ഗുണ്ടകളാണേലും ഞങ്ങൾ അനാഥരല്ല, ഗുണ്ടകളാണേലും ഞങ്ങൾ അനാഥരല്ല, അനാഥരാണേലും ഞങ്ങൾ ഗുണ്ടകളല്ല. അച്ഛൻ്റെ കഴിവ്, അച്ഛൻ അല്ലെങ്കിൽ പിടിപാട്, അച്ഛൻ പറയുന്ന ആൾക്കാർ, അതുകൊണ്ട് മാത്രം സിനിമയിൽ എത്തപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. വേറെ ആരുമല്ല. അതായത് ഒന്ന് ചവിട്ടിയാൽ വരെ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ വരില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒന്ന് ചിരിക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരെ എക്സ്പ്രഷൻ വരില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയുണ്ട്. സുരേഷ് ഗോപിൻ്റെ ഇളയ മകൻ തന്നെയാണ്. ആ പേര് എന്ന് പറഞ്ഞാൽ മാധവ് എന്നാണ് പേര്. മാധവ് സുരേഷ്. അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നി ചെങ്ങാതിമാരെ, ഈ ചെക്കൻ്റെ അഹങ്കാരം കൊണ്ടാണ് സിനിമയിൽ വരെ ക്ലച്ച് പിടിക്കാതെ. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? അതായത് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇറങ്ങിയൊരു സിനിമ ഉണ്ടായിരുന്നു, അങ്ങോട്ട് പൈസ കൊടുത്തിട്ടുണ്ടാവും മിക്കവാറും. അതായത് നിർമ്മാതാവിന് എന്നെ ഒന്ന് അഭിനയിപ്പിക്കുന്നുണ്ട്, അങ്ങോട്ട് പൈസ കൊടുത്തിട്ടുണ്ടാക്കും. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഴിവുണ്ടായിട്ടാണ് ഇവനൊക്കെ സിനിമയിൽ വന്നത്? നിങ്ങളൊന്ന് പറ. ഇവനെക്കാട്ടിയൊക്കെ കഴിവുള്ള എത്ര പിള്ളമാരുണ്ട്. അവന്മാർക്കൊന്നും ചാൻസ് ഇല്ലാതെ എന്തുകൊണ്ടാണ്? പിടിപാടില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ ആരുമില്ല, ശുപാർശ ചെയ്യാൻ ആരുമില്ല. അത് തന്നെ. ഏതായാലും 2 ദിവസം മുമ്പ് മറുനാടിന് കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂ നിങ്ങളൊന്ന് കേൾക്കണേ. കാരണം എന്താ അറിയാ, ഇവന്റെ അഹങ്കാരത്തിന്റെ മൂർധന്യ ഭാവം. അതുള്ള കാര്യം എന്താ പറയുന്നത്, വളരെ മോശമായി പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. നോക്കാം. സിഗരറ്റ് മദ്യപിക്കരുത്, സിഗരറ്റ് വലിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യത്തിന് മോശമായുണ്ട്. അതല്ലാതെ എൻ്റെ അച്ഛൻ ഇന്നത് കഴിക്കരുതൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്, ഇൻക്ലൂഡിങ് ബീഫ്. ഞാൻ ഇത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഫ്രണ്ട്സും വേറൊരു ടേബിൾ അപ്പുറത്തിരിക്കുക, എൻ്റെ കസിനും കസിൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ കൂടെ ഇരിക്കുക. എൻ്റെ തൊട്ട് ഈ ഒരു ഡിസ്റ്റൻസിലുള്ള ടേബിളിൽ അപ്പുറത്തിരുന്ന് 2 ആൾക്കാർ ഇരിക്കുക. അതിലൊരാള് മറ്റേ ആളുടെ അടുത്ത് എനിക്കിങ്ങനെ ഓബിയസ്ലി കേൾക്കാം, BJP ബീഫ്, BJP ബീഫ് ബീഫ് ഇങ്ങനെ കാണിക്കുക. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന കളിയാക്കി പറയുക. എനിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി സമാധാനമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ പോലുള്ള സ്പേസ് ഈ നാട്ടിലില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പത്തറ്റിക്. നമ്മുടെ നാട്ടുകാര് ഇപ്പൊ പൊതുവെ ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള അമംഗ് ദി ഇന്ത്യൻ പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ളത് കേരളക്കാർക്കല്ലേ, മലയാളികൾക്കല്ലേ? 96.3%. അറ്റ് സം പോയിന്റ് 100% ആയിരുന്നു അത്. അപ്പൊ ഇത് ഇങ്ങനത്തെ ആൾക്കാരിൽ നിന്ന് ഞാൻ ഇതാണോ പ്രതീക്ഷിക്കേണ്ടതെന്ന് ആലോചിച്ച് പോകുന്നൊരു ഫേസിൽ അച്ഛന്റെ രാഷ്ട്രീയ ഇതിൽ നേരെ എടുത്തുമ്പോഴത്തേക്കും പറയും, എന്തിനാടാ ഇങ്ങനെ നുണ പറയുന്നത്? എന്തിനാ മോനെ ഇങ്ങനെ നുണ പറയുന്നത്? എന്തിനാ ഇങ്ങനെ നുണ പറയുന്നത്? അതായത് ഇവന് ബീഫ് കഴിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലാന്നാണ് ഇവൻ പറയുന്നത്. ഇവന്റെ സ്വാതന്ത്ര്യത്തിൽ ആരെങ്കിലും കൈകടത്തിയിട്ടുണ്ടോ ഇവിടെ? നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലുള്ള ഏത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും 2 പൊറോട്ടയും ബീഫും തിന്നാത്ത മനുഷ്യന്മാരില്ല. അതെന്ന് പറയുന്നത് ഇന്നെന്ന് പറഞ്ഞാൽ ആണ് പെണ്ണ് അല്ലെങ്കിൽ ജാതി മത ഭേദമേന്യേ ഇന്നെല്ലാവരും ബീഫ് തിന്നുന്നുണ്ട്. എന്നിട്ടും ഈ ചെങ്ങാതി പറയുകയാണ് ഞാൻ ബീഫ് തിന്നാൻ പോയിട്ട് BJP. എടോ, ഇത് പറഞ്ഞാൽ പോരെ ഞാനൊരു BJP കാരനാന്ന്, ഞാൻ ബീഫ് തിന്നാറുണ്ടെന്ന്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിയാണ് തിന്നുന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം വെട്ടി വിഴുങ്ങും, എന്നിട്ട് പറയുമായിരുന്നു എന്നെ തിന്നാൻ വിടുന്നില്ല എന്ന് പറയും. എടാ, ഇവിടെ BJP ആയാലും വേണ്ടില്ല, കോൺഗ്രസ് ആയാലും വേണ്ടില്ല, മാർക്സിസ്റ്റ് ആയാലും വേണ്ടില്ല, ആരായാലും മനുഷ്യനാണോ പോയിട്ട് ബീഫും പൊറോട്ടയും തിന്നാറുണ്ട്? പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നരുത്, ഇതൊക്കെ പറയുന്നത് ആരാന്നറിയാം, ചില സ്ഥലത്തുള്ള ടീമുകളാണ്. അത് മനസ്സിലാക്കാതെ കേരളത്തിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വെച്ചിട്ട് വേണമെങ്കിൽ തിന്നാം. എന്നിട്ട് പറയുകയാണ് എനിക്കൊരു സ്വാതന്ത്ര്യമില്ലല്ലോ എന്ന്. എന്തൊരു അവസ്ഥയാന്ന് ശരിക്കും പറഞ്ഞാൽ. ഇതല്ലോ വെറുതെ ഉണ്ടാക്കി പറയുന്നതാന്ന്. അതായത് എനിക്കും കിട്ടണം കുറച്ചൊരു ഇത്, എനിക്കും കിട്ടണം ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി. അതായത് സിനിമ ഇറങ്ങിയിട്ട് കാണാൻ ഒരു മനുഷ്യന്മാരില്ല. ഇന്നലെ ഞാൻ പോയി നോക്കി, എനിക്ക് ചിരി വന്നു പോയായിരുന്നു. ഒരാൾ പോലും കാണാനില്ല. കാരണം ഇവന്റെ ഈ 2ാമത്തെ പടങ്ങാറ്റാണ്. ഉള്ള കാര്യം എന്താ, 2 പടത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിനെയും പടം ഇറങ്ങുമേ, അങ്ങോട്ട് പൈസ കൊടുത്തിട്ടായാലും പടത്തിൽ അഭിനയിക്കും. കാരണം പടത്തിൽ ഞാൻ അഭിനയിച്ചേ തീരുള്ളൂ. എൻ്റെ പൊന്നെനിയ, ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് സിനിമ എന്ന് പറയുന്ന മാധ്യമം പറ്റൂല. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വലിയ നടൻ തന്നെയാണ്, അതിൽ യാതൊരു തർക്കവും ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്, അച്ഛൻ്റെ ആ ഒരു പാത പിന്തുടർന്നു കൊണ്ടുവരേണ്ട മേഖലയല്ല സിനിമ. അവിടെ വിജയം അനിവാര്യമാണ്. താങ്കൾക്ക് വിജയിക്കാൻ കഴിയാത്തതുകൊണ്ട് താങ്കൾ ചെയ്യുന്ന എന്താ വെച്ചാൽ എന്തെങ്കിലും വിവാദം ഉണ്ടാക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് മാത്രമാണ്. അല്ലാതെ ഒരിക്കലും ബീഫ് കഴിക്കുമ്പോഴേ ഏതെങ്കിലും ഒരുത്ത കോടിയുള്ളവന്മാർ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. അതായത് ഇദ്ദേഹത്തിന്റെ കോടിയുള്ള ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ നിങ്ങളൊന്ന് പറയാറുണ്ട്. ഇപ്പൊ മാധവ് സുരേഷ് എന്ന് പറയുന്ന ഒരുത്തൻ ഭക്ഷണം കഴിക്കുന്നത് ഏതായാലും വലിയ സ്ഥലത്ത് തന്നെ ആയിരിക്കുമല്ലോ, അല്ലാതെ തീരെ ഇതല്ലല്ലോ. അവിടെ CCTV ഉണ്ടാവും, ആൾക്കാരുണ്ടാകും. എന്നാ പിന്നെ ഒരു തെളിവ് പുറത്തു വിടുക, ദാ എന്നെ കളിയാക്കിയോമാർ ഇവരാണ്, നമ്മൾ ചോദിച്ചോളാം. അല്ലാതെ വന്നിട്ട് ഇവിടെ കിടന്നിട്ട് എന്തിനാ ഇങ്ങനെ വന്നിട്ട് പറയിക്കുന്നത്?
എന്തിനാ ഇങ്ങനെ വന്നിട്ട് പറയിക്കുന്നത്? മറുനാടനാണെങ്കിൽ മറുനാടിന് മനസ്സിലായി ഇത് തെറ്റാണെന്ന്, മറുനാടിന് തന്നെ മനസ്സിലായി ഇത് ശരിയാ. ഈ ചെക്കൻ പറയുന്നത് വെറും കള്ളത്തരാ. കാരണം എന്താ, ഈ ചെക്കൻ അങ്ങനെയുള്ള ഒരു അനുഭവം ഒന്നും വന്നിട്ടില്ല. കാരണം നമ്മളൊരു ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് വേണ്ട, ഇമ്പാക്റ്റ്. നമ്മളൊരു ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഗുണം വേണ്ട എന്ന് തംബ്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതോ രണ്ടെണ്ണത്തിനെയും കൊണ്ടുപോയിട്ട് ഒരാളായിട്ട് വേഫോടാ ഞാൻ ബീഫ് കഴിക്കുന്നുണ്ടാ, ഞാൻ ബീഫ് കഴിക്കുന്നുണ്ടാ പാട്ട് പാടിക്കൊണ്ട് അവിടെ നിന്ന് ബീഫ് കഴിച്ചിട്ട്, എടാ ഇവിടെ ആര് കഴിക്കുന്നത്, ആര് നോക്കി നിൽക്കുന്നത് ഏതാ എനിക്ക് മനസ്സിലാകാതെ അതാട്ടാ. ഇനി വേറെ ഏതെങ്കിലും നാട്ടിലുണ്ടോ എന്നറിയില്ല. ഇവിടെ ഏതായാലും കേരളത്തിൽ അങ്ങ് നിങ്ങോളം നമ്മൾ ബീഫ് കഴിച്ചിട്ടുണ്ട്. ആ ഒരുത്തനും നമ്മളെ മുമ്പിൽ ഒരു അങ്ങനെ തൊട്ടിത്തരൊന്നും പറയാറില്ല. ഇനി സുരേഷ് ഗോപിന്റെ മകൻ ബീഫ് കഴിക്കുന്നത് അറിയാതെ കഴിച്ചിനോന്ന് എനിക്കറിയില്ല കേട്ടാ. സുരേഷ് ഗോപിന്റെ മകൻ ബീഫ് കഴിക്കുന്നുണ്ടെന്ന് നമുക്കെല്ലാം ഒരു അതിശയാണ്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, സുരേഷ് ഗോപിയുടെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ പോലെ ആയിരിക്കണം. അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ മക്കൾ അങ്ങനെ ബീഫ് കഴിക്കുകയൊന്നും ചെയ്യില്ല. കാരണം ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ പോയിട്ടൊന്നും പറയാൻ പറ്റൂല, അതുപോലെ വേറൊരു സ്ഥലത്തും പോയിട്ടും പറയാൻ പറ്റൂല. എൻ്റെ പൊന്നെ നീ ആ ഈടിയല്ലേ, ഇവിടെ നിന്ന് എനിക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. കാരണം ഇത് മലയാളികളാണ്, മലയാള മണ്ണാണ്, മനസ്സിലാക്കാതെയോ. ഇവിടെ എല്ലാവരും തിന്നുന്നതാണ്. പിന്നെ എന്തിനാണ് ഈ ഒരു പ്രഹസനം? പടം വിജയിക്കണ്ടെങ്കിൽ നല്ല അഭിനയമായിരിക്കണം, നല്ല കഥയായിരിക്കണം. പിന്നെ അതിലുപരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നടന്മാർക്ക് ഒരു നല്ലൊരു ഇത് വേണം. ഇതെന്ന് പറയുന്നത് എന്താ, ഇയാൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ BJP-ക്കാർ പോലും ഇയാളെ പടം കാണാറില്ല. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, BJP-ക്കാർ പോലും ഇയാളെ പടം കാണൂല. എന്നാൽ അങ്ങനെയെങ്കിലും കണ്ടിട്ടെങ്കിലും കുറച്ച് മുതലാക്കണ്ടേ? എൻ്റെ പൊന്നു സഹോദര, പടം കാണുന്നത് എന്ന് പറഞ്ഞാൽ നാനാവിധമുള്ള ആൾക്കാർ വന്ന് അതിൽ ജാതി മതഭേദമേനെയാണ്. പക്ഷെ താങ്കളുടെ സിനിമ ഇനി ഉള്ള കാര്യം പറയാലോ, ഞാൻ കാണത്തില്ലായിരുന്നു. കാരണം കണ്ടിട്ട് കാര്യമില്ലായിരുന്നു. ഇയാളുടെ സ്വഭാവം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കുത്തിത്തിരിപ്പിൻ്റെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ ബീഫ് കഴിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ എവിടത്തെ ന്യായമാണോ? ഇത് എങ്ങനെയാ ഇത് നമ്മൾ ഇത് കൊടുക്കുക? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, എവിടെയൊക്കെയോ ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും എന്തോ വലിയൊരു സംഭവം ഇവിടെ പൊട്ടി പുറപ്പെടുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാലാംകിട മത്സരം തന്നെയാണ്. ഇവിടെ ബീഫും തിന്നാ, പന്നിയും തിന്നാ, അല്ലെങ്കിൽ എന്തു വേണമെങ്കിലും തിന്നാ. അത് മനസ്സിലാക്ക്. നമ്മളെ കള്ളുഷാപ്പയെല്ലാം കയറി കഴിഞ്ഞാലില്ലേ നല്ല രീതിയിലുള്ള നല്ല പോത്തും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പന്നി വരട്ടിയതും കപ്പയും ഇതെല്ലാം കൊണ്ടുവെക്കും. എന്ത് വേണമെങ്കിലും നിന്നാ ഒരൊലക്കയില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും സിനിമയിലൊന്ന് ഇതാകണം. പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല കേട്ടാ. ഈ ഒരു സംഭവം ഇങ്ങനെ ഇട്ട് തേയിട്ടും കൂടി ഒരാൾ പ്രതികരിക്കാൻ പോയില്ല. കാരണം എന്താ അറിയാ, ഒന്നാമത് തന്നെ പ്രതികരിച്ചിട്ട് ഇനി അവൻ്റെ സിനിമ വിജയിക്കണ്ട, ഇനി നമ്മൾ പ്രതികരിച്ചിട്ട് അവൻ്റെ സിനിമ അങ്ങനെ ഓടണ്ട എന്നെല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോന്നിയവാസ പരിപാടിക്ക് ആരും പോയതുമില്ല. ഏതായാലും അത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താ അറിയാ, ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയേ പണി കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വന്നിട്ട് ഇമാതിരി ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? അയാൾക്ക് അറിയാം ഏടുന്ന് ബീഫ് കഴിച്ചാലും ഒരു കുഴപ്പമില്ല, എവിടെ വേണമെങ്കിലും കഴിക്കാൻ അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ അയാൾ ഇങ്ങനെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ പച്ച നുണ പറയുന്നത് എന്തിനാണ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എല്ലാവരെയും ഭിന്നിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ താങ്കളുടെ സിനിമ കാണുന്നത് മുസ്ലിം സഹോദരന്മാരുണ്ട്, അതുപോലെ തന്നെ ഹിന്ദു സഹോദരന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാർ മുഴുവനുണ്ട്. അപ്പോഴും പറയുകയാണ് ബീഫ് ബീഫ് ബീഫ്. അവിടെയും കൊണ്ടുവരുന്നത് രാഷ്ട്രീയം കൊണ്ടുവരുന്നത്. ആരാടോ പടം കാണുമോ നിങ്ങളൊന്ന് പറയാറുണ്ട്? ആരെങ്കിലും കാണുമോ ഈ സിനിമാ തിയേറ്ററിൽ? നീ ഒരു കാര്യം, ഒരു 10 BJP-ക്കാരൻ കയറിയിട്ട് കാണും, അതും കാണൂല. ഇവരെ ഒരു പടേ കാണില്ല. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു 10 BJP-ക്കാരൻ കയറ്റി എന്നാൽ പടം 2 ദിവസം ഓടിക്കണ്ടേ? ആ പടാന്നെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ് പമ്പരായിട്ടല്ല. അതിന്റെ നഷ്ടത്തിലാന്ന് അതിന്റെ നിർമ്മാതാവിനോട് ചോദിച്ചാൽ അറിയാം. കുറച്ചൊക്കെ ഞാൻ കേരളത്തിലെ നിർമ്മാതാക്കളോട് ഒരു അപേക്ഷയുള്ളത്, കുറച്ചെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പ്രതിബദ്ധതയുള്ള ആൾക്കാരാണ്. ഇതുപോലെയുള്ള കുത്തിത്തിരിപ്പ് ആൾക്കാരില്ല, പ്രതിബദ്ധത. അത് നിങ്ങൾ അത് മാനിച്ചേ മതിയാവൂ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് നടന്നത്. അത്രമാത്രം കുത്തിത്തിരിപ്പാണ് ഉണ്ടാക്കുന്നത്. മനസ്സിലായിരുന്നു? വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നൊരു മനുഷ്യരുടെ ഇത്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് പെരുമാറാൻ പറ്റുമോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. സാജൻ സ്കറിയയുടെ മുന്നിൽ വന്നിട്ട് പറയുകയാണ് എനിക്ക്, എന്നാൽ അയാളെങ്കിലും പറയണ്ടേ, എൻ്റെ ഈടി എല്ലാവരും കഴിക്കുന്നത് ഞാനല്ലടേ, ഞാൻ പോലും ഉച്ചയ്ക്ക് 2 ബീഫും പിന്നെ ഒരു അയില പൊരിച്ചും കഴിച്ചിട്ടാണ് വന്നതെന്ന് സാജൻ പറയണ്ടേ? എന്നാൽ സാജനും അത് പറയത്തില്ല. എന്നാൽ സാജന് പറഞ്ഞൂടെ? സാജൻ എന്നാലും വരട്ടെ. ഏതായാലും ചെറുക്കൻ പറയുന്ന നുണയാന്ന് സാജന് മനസ്സിലായിനി. അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ചെറുക്കനാണെങ്കിൽ എന്ന് പറയുന്നത് എന്തൊക്കെയോ പറയുന്നത്. നന്ദി, നമസ്കാരം.